പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സംശയത്തിന്റെ ശബ്ദങ്ങളായിരിക്കും നിന്റെ നാവിൽ ഉയരുന്നത്. പക്ഷെ ചുറ്റും നോക്കാതെ ദൈവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ നാവിൽ ഉയരുന്നത് അധികാരത്തിന്റെ ശബ്ദമായിരിക്കും. അവന്റെ നാവിൽ ഉയരുന്നത് കമാൻഡ്സ് ആയിരിക്കും, ചില പ്രഖ്യാപനങ്ങളായിരിക്കും, ചിലത് ചെയ്യുവാനായിട്ട് വിളിച്ചു പറയുന്ന ശബ്ദങ്ങളായിരിക്കും അവന്റെ നാവിൽ ഉയരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം നമുക്ക് കാണുവാനായി കഴിയും. മത്തായി 8:23 മുതൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയൊരു ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ ഇങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവരാശ്ചര്യപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 2 തരത്തിലുള്ള ഭാഗങ്ങളെയാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഒരു കൂട്ടം വ്യക്തികൾ പ്രതികൂലങ്ങളിലായിരുന്നു അവരുടെ കണ്ണ് പതിഞ്ഞിരുന്നത്. അവിടെ ചുറ്റും നടന്നുകൊണ്ടിരുന്ന തിരമാലയിലായിരുന്നു അവരുടെ കണ്ണുണ്ടായിരുന്നത്. അവിടെ ശ്രദ്ധ മൊത്തം തിരമാലയിലായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, ചുറ്റുമായിരുന്നു. പക്ഷേ ഒരുവനുണ്ടായിരുന്നു, കിടന്നുറങ്ങുകയായിരുന്നു. അവൻ്റെ പേര് യേശു എന്ന്. ഹല്ലേലൂയ. യേശു ഉറങ്ങുകയായിരുന്നു. യേശു ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വെറുതെ ഉറങ്ങുകയല്ലായിരുന്നു കാണും. ചിലപ്പോൾ എനിക്കറിയില്ല. എന്തായാലും താൻ ചുറ്റുമുള്ളത് നോക്കിയില്ല, താൻ മറ്റൊരു തലത്തിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശിഷ്യന്മാർ നിലവിളിച്ചതുപോലെ കർത്താവിനെ രക്ഷിക്കണമെന്ന് നിലവിളിക്കേണ്ടി വരും. പക്ഷെ ചുറ്റും നോക്കാതെ ഇന്ന് നിനക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിലേക്കൊന്ന് നോക്കുവാനേ കഴിയുമെങ്കിൽ നീ ഭീരുവായി ഭയത്തോടെ നിലവിളിക്കുന്ന ശബ്ദമായിരിക്കത്തില്ല നിന്റെ നാവിൽ ഉയരുന്നത്. മറിച്ച് അധികാരത്തിന്റെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനേ കഴിവുള്ള അധികാരത്തിന്റെ ശബ്ദമായിരിക്കും നിന്റെ നാവിലൂടെ കടന്നു വരുന്നത്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ചുറ്റും നോക്കിയാൽ ഭയത്തിന്റെ നിലവിളിയുടെ ശബ്ദമായിരിക്കാം, മൊറവിളിയുടെ ശബ്ദമായിരിക്കാം, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സംശയത്തിന്റെ ശബ്ദങ്ങളായിരിക്കും നിന്റെ നാവിൽ ഉയരുന്നത്. പക്ഷെ ചുറ്റും നോക്കാതെ ദൈവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ നാവിൽ ഉയരുന്നത് അധികാരത്തിന്റെ ശബ്ദമായിരിക്കും. ഹല്ലേലൂയ. അവന്റെ നാവിൽ ഉയരുന്നത് കമാൻഡ്സ് ആയിരിക്കും. ആമേൻ. ചില പ്രഖ്യാപനങ്ങളായിരിക്കും, ചിലത് ചെയ്യുവാനായിട്ട് വിളിച്ചു പറയുന്ന ശബ്ദങ്ങളായിരിക്കും അവന്റെ നാവിൽ ഉയരുന്നത്. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു തിരമാലയുണ്ട്. ഹല്ലേലൂയ. ഒരു യുദ്ധമുണ്ട്. ആമേൻ. തിരമാലകളിലാണ് നമ്മുടെ ജീവിതം. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവും തിരമാലകളുടെ നടുവിലൂടെയാ അവർ യാത്ര ചെയ്തത്. കടലെന്ന് പറഞ്ഞാൽ തിരമാല സ്വാഭാവികം അല്ലേ എന്നും പറഞ്ഞ് ശിഷ്യന്മാരും യേശുവും കടലിൽ യാത്ര ചെയ്യാതിരുന്നോ? ഇല്ല. അവർ യാത്ര ചെയ്യേണ്ടി വന്നു, യാത്ര ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാലും കടലിൽ നീങ്ങുന്ന ഒരു പടകിന് തുല്യമാണ്. ഹല്ലേലൂയ. ഇന്ന് കടലിൽ തിരമാലയുണ്ടെന്ന് പറഞ്ഞ് ജീവിതമാകുന്ന പടകിനെ നമുക്ക് കരക്കടുപ്പിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള പെർമിഷൻ ദൈവം തന്നിട്ടില്ല. ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കുവാൻ, മറഞ്ഞിരിക്കുവാൻ ദൈവം നമുക്ക് പെർമിഷൻ നൽകിയിട്ടില്ല. ഈ ഭൂമിയാകുന്ന, ഈ ലോകമാകുന്ന കടലിൽ ജീവിതമാകുന്ന പടകിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പേടിച്ച് മാറിയിരിക്കേണ്ടവരല്ല. കടലിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലയുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ നാം തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ഈ തിരമാലകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിനോടത്രേ നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ യുദ്ധം നമ്മുടെ രോഗത്തോടല്ല, നമ്മുടെ കടഭാരത്തോടല്ല, നമ്മുടെ തകർച്ചകളോടല്ല, നമ്മുടെ ശത്രുക്കളോടല്ല. നമുക്ക് അസമാധാനം കൊണ്ടിടുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡിനോടും വൈഫിനോടും മക്കളോടും അമ്മയോടും അപ്പനോടും അമ്മച്ചിയോടും അല്ല നമ്മുടെ യുദ്ധം. ഇവരിൽ തിരമാല വരുത്തുന്ന, ഇവരൊക്കെ തിരമാലയുടെ കാറ്റഗറിയിൽ നമുക്കിടാം. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തിരമാലയായി കാണാം. പക്ഷേ ഈ തിരമാലയ്ക്ക് പിന്നിൽ ഒരു കാറ്റുണ്ടെന്ന് മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തിരമാലയോട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ ഒന്നും നടക്കത്തില്ല.
അത് നിങ്ങളെ മുക്കിക്കളയും. ആമേൻ. അതാ ചിലരൊക്കെ കടബാധ്യത തീർക്കാൻ വേണ്ടി ആമേൻ ഒരിടത്തുനിന്ന് മറിച്ചു, മറ്റൊരിടത്തുനിന്ന് മറിച്ചു, പിന്നെ അപ്പുറത്തുനിന്ന് മറിച്ചു, കടത്തിന്റെ മേൽ കടമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഭവനത്തിനകത്ത് ഐക്യതയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ശബ്ദം ഉയർത്തി നോക്കി, ആമേൻ, മിണ്ടാതിരുന്ന് നോക്കി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കി, വീട്ടിൽ വരാതിരുന്ന് നോക്കി, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരുന്ന് നോക്കി, പലതും ചെയ്തു. പക്ഷെ അത് പ്രശ്നങ്ങൾ കൂടിയതല്ല, അത് കുറഞ്ഞില്ല. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. ഹല്ലേലൂയ. നീ നിന്റെ പ്രശ്നങ്ങളോട് നിന്റെ അറിവ് കൊണ്ട് നീ പോരാടാൻ ശ്രമിച്ചു, പക്ഷെ എവിടെയൊക്കെ ഫെയിലായി. കാരണമുണ്ട്, നീ തിരമാലയോട് ഇതുവരെ യുദ്ധം ചെയ്തത്. ആമേൻ. നീ നിന്റെ പ്രശ്നങ്ങളോട് ഇതുവരെ നീ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പകലിൽ ആത്മീക വർദ്ധനനായി അല്ലെങ്കിൽ ഒരു പുതുക്കത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് പ്രധാനമായി നാം തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ഇന്ന് ജഡത്തിനോടല്ല നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ. ജഡത്തിലുള്ള പ്രശ്നങ്ങളോടല്ല നമ്മൾ എതിർക്കേണ്ടത്. ആ പ്രശ്നങ്ങളെ കൊണ്ടിടുന്ന ഒരു അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ തിരമാലയായി കണ്ണിന്റെ മുൻപിൽ പ്രശ്നങ്ങൾ കൊണ്ടിടുന്ന ഒരു അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റുണ്ട്. അതിനെ കാണാൻ പറ്റത്തില്ലാതെ, അതിനെ തൊടാൻ പറ്റത്തില്ല, അതിനെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അതിനെ കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ അതിനെ അനുഭവിക്കാൻ പറ്റും തിരമാലയായിട്ട്. അങ്ങനെ വ്യാപരിക്കുന്ന ഒരു പൈശാചികന്റേതായിട്ടുള്ള ഒരു പോരാട്ടമുണ്ട്. ആ കാറ്റിനെ എത്ര ഇന്ന് പകൽക്കാലം നമ്മൾ ശാസിക്കേണ്ടത്. ആ ശത്രുവിൻ്റെതായിട്ടുള്ള പോരാട്ടങ്ങളെ എത്ര ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മശക്തിയാൽ ഇന്ന് പോരാടി ജയിക്കേണ്ടത്. ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ആ കാറ്റിനോട് ഇന്ന് വെല്ലുവിളിക്ക്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ പൈശാചിക പോരാട്ടങ്ങളോട് അവൻ യുദ്ധം പ്രഖ്യാപിക്ക്. കാറ്റിനോട് യുദ്ധം പ്രഖ്യാപിക്ക്, ജയത്തെ പ്രഖ്യാപിക്ക്. ഓ, പ്രശ്നങ്ങൾ ഒരു സൈഡിൽ മാറ്റിവെക്ക്. പ്രതീക്ഷ ഇന്ന് പകൽക്കാലം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കി ആ കാറ്റിനോട് യുദ്ധം പ്രഖ്യാപിക്ക്. ഓ, പ്രതികൂലങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്ക്. പൈശാചിക മണ്ഡലങ്ങളോട്, ശാപശക്തികളോട്, പാപത്തിൻ്റെതായിട്ടുള്ള അവൻ ആസക്തികളോട്, അടിമത്തത്തിന്റെ ആസക്തികളോട് ഇന്ന് പകൽക്കാലം യുദ്ധം പ്രഖ്യാപിക്ക്. In the name of Jesus, in the name of Jesus. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭ ഒരുമിച്ച് എല്ലാ ശാപശക്തികളുടെ മേലും, എല്ലാ പൈശാചിക പോരാട്ടങ്ങളുടെ മേലും, എല്ലാ മദ്യത്തിന്റെ ആസക്തികളുടെ മേലും, എല്ലാ അടിമ മുഖത്തിൽ ഇട്ടുകളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക പോരാട്ടങ്ങളുടെ മേൽ ഇത് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇത് സഭ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സഭ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സഭ യുദ്ധം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം കൽപ്പിക്കുന്നു. ജയം കൽപ്പിക്കുന്നു.